ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തരിക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഒരുപോലെയുള്ള തരിക്കഞ്ഞി എന്നും കുടിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ തേങ്ങാപ്പാൽ വെച്ചും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുള്ളത് സേമിയയും റവയും ഒക്കെ വെച്ചിട്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാനിന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഓട്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു തരിക്കഞ്ഞിയാണിത്. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓട്സ് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റോളൊക്കെ കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇതിവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനിയിപ്പോൾ നമ്മളിത് തേങ്ങാപ്പാൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 2ാം പാലിൽ ഓട്സ് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഓട്സ് കുക്കായതിന് ശേഷം മാത്രം 1ാം പാലും കൂടി ചേർത്തെടുത്താൽ മതി. അപ്പം നല്ല അടിപൊളിയായ തേങ്ങാപ്പാൽ ഓട്സ് തരിക്കഞ്ഞി നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ഈ ചൂടുകാലത്ത് നോമ്പിന് സെർവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി തരിക്കഞ്ഞികൾ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്ന് താളിക്കണം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയുള്ളി താല്പര്യമുള്ളവർക്ക് അതും കൂടി ചേർക്കാം കേട്ടോ. ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ചെറിയുള്ളി കൂടി ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ചെറിയുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓട്സ് തരിക്കഞ്ഞിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓട്സ് തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ അത്. 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സെർവ് ചെയ്യാം, തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ നമുക്ക് ഇനി ഈ ഡ്രിങ്കിനൊന്ന് സ്പെഷ്യലാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഈ ഡ്രിങ്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വറുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്സ് കൊണ്ടുള്ള ഈ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.